ഈ വീഡിയോയിൽ നമ്മൾ ജോബ് സീക്വൻസിങ് വിത്ത് ഡെഡ് ലൈൻ എന്ന് പറയുന്ന പ്രോബ്ലം യൂസിങ് ഗ്രീഡി അപ്രോച്ച്. ഈ പ്രോബ്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു ഹാവ് ഗിവൺ n യൂണിറ്റ് ടൈം ജോബ്സ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ പോയിൻറ്റ്. നിങ്ങളുടെ കയ്യിൽ കുറേ ജോബ്സ് തന്നിട്ടുണ്ട്. എല്ലാ ജോബ്സും യൂണിറ്റ് ടൈം ജോബ്സാണ്. ഓക്കെ, ഇനി എല്ലാ ജോബ്സിനും ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരേ ഒരു മെഷീനേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ മെഷീൻ പ്രസൻറ്റ്. എല്ലാ ജോബിനും ഓരോ ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്. ഈ ഡെഡ് ലൈൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് എ പ്രോഫിറ്റ് ഈസ് ഓൾസോ ഗിവൺ, PI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ n ജോബ്സ് ഉണ്ട്. ഈ എല്ലാ ജോബ്സും യൂണിറ്റ് ടൈം ജോബ്സാണ്. അതായത് ഒരു യൂണിറ്റ് ഓഫ് ടൈം മതി അവരുടെ പ്രോസസ്സ് ചെയ്യാൻ. ആ ഒരു ജോബിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് 1 യൂണിറ്റ് ഓഫ് ടൈം മതി. ഇത് ചെയ്യാനായിട്ട് ആകെ ഒരേ ഒരു മെഷീന് നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ ജോബ്സിനെല്ലാം ഇപ്പോൾ ഒരുപാട് ജോബ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ജോബ്സിനും ഓരോ പ്രോഫിറ്റും ഉണ്ട്, ഓരോ ഡെഡ് ലൈനും ഉണ്ട്. അപ്പോൾ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദ ജോബ് ടു ന്യൂമറിക് വാല്യൂസ് ആർ ഗിവൺ. വൺ വിൽ റെപ്രസെൻറ്റ് ദ ഡെഡ് ലൈൻ ഓഫ് ദാറ്റ് ജോബ് ആൻഡ് ദ അതർ വൺ വിൽ റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ജോബ്. അപ്പോൾ ഈ പ്രോഫിറ്റും ഡെഡ് ലൈനും തമ്മിലുള്ള ബന്ധം എന്താണ്? ജെ എന്ന് പറഞ്ഞൊരു ജോബ്, ഫോർ എക്സാമ്പിൾ J1, ലെറ്റ് ഇറ്റ് ബി J1 എന്ന് പറഞ്ഞൊരു ജോബ്. ആ ജോബിന് 10 ആണ് പ്രോഫിറ്റ്. അതിൻ്റെ ഡെഡ് ലൈൻ 1 ആണ്. സോ വാട്ട് ഇസ് ദ മീനിങ്? അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ജോബ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈമിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രോഫിറ്റ് ആയിട്ടുള്ള 10 നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ഹിയർ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദ ടൈം. ഒരു ടൈമിനെ നിങ്ങൾ പല ഈക്വൽ ആയിട്ടുള്ള സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. യൂണിറ്റ് ടൈം സ്ലോട്ട്സ്, അതായത് ഇത് 1 യൂണിറ്റ്, ഇത് 2, അടുത്ത 1 യൂണിറ്റ്, ഇത് അടുത്ത 1 യൂണിറ്റ്, എക്സെട്ര. നിങ്ങളിത് ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം സ്ലോട്ട്, ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം സ്ലോട്ട്, ദിസ് ഇസ് ദ തേർഡ് ടൈം സ്ലോട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഇനി ഒരു ജോബ് J1 എന്ന് പറഞ്ഞ ജോബിൻ്റെ ഡെഡ് ലൈൻ, സപ്പോസ് ഇറ്റ്സ് ഡെഡ് ലൈൻ ഇസ് 2 ആൻഡ് ഇഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ഇസ് 15. ഇങ്ങനൊരു ജോബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ? ഈ J1 എന്ന് പറഞ്ഞാൽ എല്ലാ ജോബും യൂണിറ്റ് ടൈം ജോബാണ്. അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ലോട്ട് അതിന് കിട്ടിയാൽ മതി അതിൻ്റെ വർക്ക് തീർക്കാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 15 പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞേക്കുന്ന ഡെഡ് ലൈൻ്റെ ഉള്ളിൽ അത് ചെയ്യണം. 2 ആണ് ഡെഡ് ലൈൻ. 2 ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം സ്ലോട്ടിൽ, അതായത് 1-ൽ ചെയ്യാം, അല്ലെങ്കിൽ 2-ൽ ചെയ്യാം. ഈ ടൈം സ്ലോട്ടിലോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിലേതെങ്കിലും ഒരു ടൈം സ്ലോട്ട് J1-ന് വേണ്ടി അസൈൻ ചെയ്യുവാണെങ്കിൽ, സപ്പോസ് ഇതിൽ J1-ന് വേണ്ടി ഇത് തന്നെ ഫസ്റ്റ് വൺ തന്നെ അസൈൻ ചെയ്തു എന്ന് വെച്ചോ. അതായത് ഫസ്റ്റ് 2 ടൈം സ്ലോട്ടിന് ഇടയിൽ എപ്പോഴെങ്കിലുമാണ്. So that means that if you are completing the J1 during the first or second time slot, you will get the profit of 15. Second one, suppose you take another example J2-ൻ്റെ ഡെഡ് ലൈൻ 3. അതിൻ്റെ പ്രോഫിറ്റ് സപ്പോസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 12. അപ്പോൾ ഇത് ഏതാണ്? ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 3 ഒന്നെങ്കിൽ ഫസ്റ്റ് ടൈം സ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം സ്ലോട്ട് ചെയ്യുക, മാക്സിമം പോയാൽ തേർഡ് ടൈം സ്ലോട്ട് ചെയ്യുക. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് അയാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12. അപ്പോൾ സപ്പോസ് ഞാനിവിടെ J2-ന് സെക്കൻഡ്, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഈ സെക്കൻഡ് ടൈം സ്ലോട്ടിലാണ് ഞാൻ അയാളെ എടുത്തത്. അപ്പോൾ അയാളുടെ 12 കിട്ടി. സപ്പോസ് ദർ ഈസ് വൺ മോർ ജോബ് പ്രസൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു J3 ആൻഡ് ലെറ്റ് ഇറ്റ്സ് ഡെഡ് ലൈൻ ബി 4 അല്ല 2, let it be 2 and consider its profit is equal to 10. So what is the meaning? J3-യുടെ പ്രോഫിറ്റായി 10 കിട്ടണം എന്നുണ്ടെങ്കിൽ അയാളെ ഏത് ടൈം സ്ലോട്ടിനുള്ളിൽ ചെയ്യണം? 2 ആണ് അതിൻ്റെ ഡെഡ് ലൈൻ. അതായത് ഒന്നുകിൽ ഫസ്റ്റ് ടൈം സ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം സ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡ് ടൈം സ്ലോട്ടിൽ, ഫസ്റ്റ് ടൈം സ്ലോട്ടിൽ നോക്കിയപ്പോൾ ഓൾറെഡി അവിടെ ഒരാളുണ്ട്. ഓക്കെ, സെക്കൻഡ് ടൈം സ്ലോട്ടിൽ നോക്കിയപ്പോൾ അവിടെയും ഒരാളുണ്ട്. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? J1-ഉം J2-ഉം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഇതിൽ ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചാൽ ഈ എല്ലാവരുടെയും പ്രോഫിറ്റ് നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? J2-ന് 3 ഉണ്ട്. അതായത് ഈ 3 എവിടെയെങ്കിലും ചെയ്താൽ അയാളുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അയാളെ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഈ സെക്കൻഡ് ടൈം സ്ലോട്ട് ഫ്രീ ആയി. അവിടെ എടുത്ത് ആരെ വെച്ചു? ഈ J3-നെ എടുത്ത് അവിടെ വെച്ചു. അപ്പോൾ ഇപ്പം 3 പേരുടെയും പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ അവരെ അറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഐ ഹാവ് ഷെഡ്യൂൾഡ് 3 jobs so that I will get the maximum profit. അപ്പോൾ ഈ 3 പേരെയും വച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ എൻ്റെ എക്സാമ്പിളിൽ ചിലപ്പോൾ സപ്പോസ് ഇനിയും ജോബ് ഉണ്ടെന്ന് വെച്ചോ, J4 ഉണ്ട്. സപ്പോസ് J4 എന്ന് പറഞ്ഞൊരു ജോബുണ്ട്, അതിൻ്റെ ഡെഡ് ലൈൻ 1 ആണെന്ന് വെക്കുക. സപ്പോസ് അതിൻ്റെ പ്രോഫിറ്റ് 5 ആണെന്ന് വെക്കുക. ഇയാൾ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. J4 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം സ്ലോട്ട് 1, ഡെഡ് ലൈൻ 1 ആണ്. ഫസ്റ്റ് ടൈം സ്ലോട്ട് ഓൾറെഡി ഫിൽഡ് ആണ്. അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
സെക്കൻഡ് ടൈം സ്ലോട്ടും ഫിൽഡാണ്, തേർഡ് ടൈം സ്ലോട്ടും ഫിൽഡാണ്. ഇവരെ ഒന്നും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇയാളെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു, ഇയാളെ ഞാൻ എടുക്കുന്നില്ല എന്ന് വയ്ക്കുന്നു. ദാറ്റ് ഈസ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഓൾ ദീസ് 3 ജോബ്സ് ഓൺലി, ദാറ്റ് വിൽ ഗീവ് യു മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജോബ്സിനെ പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഡ് ലൈൻസിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റിനെയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വാല്യൂസ് തെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ്. സോ ഹിയർ ഐ ഹാവ് ഗിവൺ യു വൺ പ്രോബ്ലം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ള വർക്ക് ഞാൻ നിങ്ങൾക്ക് ഇതായിട്ട് അയച്ചു തന്നിട്ടുണ്ട് വാട്സപ്പിൽ. സോ യു ജസ്റ്റ് ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എത്ര ജോബ്സ് തന്നിട്ടുണ്ട്? 5 ജോബ്സ് തന്നിട്ടുണ്ട്. ആ ജോബ് ഏതൊക്കെയാണ് അവരുടെ പേര്? ഇത് ഓൾറെഡി ഈ ഡിക്രീസിങ് ഓർഡർ, പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതുപോലെ എങ്ങാനുമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിൽ ജോബ്സ് ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോഫിറ്റിൽ ആദ്യം ജോബ്സിനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അത് ഏതൊക്കെയാണ് ആ ജോബ്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഡ് ലൈൻ ഏതാണെന്നുള്ളത് ഒരു ടേബിൾ ഫോമിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതിൽ ഇൻഡെക്സ് 1 2 3 4 എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദിസ് അറേ. ഈ ജോബ് എന്ന് പറഞ്ഞ അറേനെ, ജോബ് എന്ന് പറഞ്ഞ ഈ ഒരു റോയിനെ നിങ്ങൾക്കൊരു അറേ ആയിട്ട് ഇമാജിൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് ഇൻഡെക്സിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇയാളെയാണ്. പിന്നെ അടുത്തത് ഏത് വേണം, നെക്സ്റ്റ് ജോബ് ഏത് വേണം എന്ന് വരുമ്പോൾ നിങ്ങൾ എടുക്കാൻ ട്രൈ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ജോബ്, കാരണം അയാൾക്കാണ് അടുത്ത പ്രോഫിറ്റ് ഉള്ളത്. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് തേർഡ് ജോബിന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഫോർത്ത് ജോബിന്. അപ്പോൾ ഇവിടെ ഞാൻ ഈ 4 എന്ന് പറയുന്നത് ഈ ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന ജോബ് എന്നാണ്. ഇറ്റ് ഡസൻറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് J4. ഇനി ലാസ്റ്റ് ജോബ് നോക്കുക. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്യേണ്ടത്. സോ വി ആർ സ്റ്റോറിങ് ദിസ് വൺ ആസ് എൻ അറേ. സ്മോൾ ലെറ്റർ J എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ അൽഗോരിതത്തിൽ കാണുന്നത് ഈ ഇതിൽ വരുന്ന ജോബ്സിനെയാണ്. ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിൽ ആരൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ജോബ്സിനെയാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞിട്ടുള്ള അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സ്മോൾ ലെറ്റർ J എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ജോബ്സിനെ പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഡർ. ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓർഡറിലാണോ ഇയാളെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആ ഓർഡർ. സോ ദ അൽഗോരിതം ഹിയർ സേസ് ദാറ്റ്, ഇതാണ് അൽഗോരിതം, ജോബ് ഷെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലൈൻ. ഇതിൽ നമ്മുടെ കയ്യിൽ 3 പാരാമീറ്റേഴ്സാണുള്ളത്. നമ്മുടെ കയ്യിൽ ഡെഡ് ലൈൻ്റെ അറേ വേണം. അതായത് ഈ നേരത്തെ തന്ന എക്സാമ്പിളിൽ ഡെഡ് ലൈൻ്റെ അറേ എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേ, ഈ കറസ്പോണ്ടിങ് ജോബ്സിൻ്റെ ഡെഡ് ലൈൻ. പിന്നെ എന്താ വേണ്ടത്? പ്രോഫിറ്റിൻ്റെ അറേ വേണം, J വേണം. സ്മോൾ ലെറ്റർ J എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഏത് ഓർഡറിലാണ് ഈ ഇൻപുട്ടിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ. അപ്പോൾ ഈ അറേയാണ് J എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ N, അതായത് നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ജോബ്സ് ഉണ്ട്. ഇതിൽ കമൻറ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ആദ്യം പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ, അതായത് ഫൈനൽ ക്യാപിറ്റൽ ലെറ്റർ J, അതിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഈ J നോക്കിയിട്ടുണ്ടെങ്കിൽ Jയിലുള്ള എല്ലാ ജോബ്സിൻ്റെയും ഡെഡ് ലൈൻസ് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഓർഡർ. സോ ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ഹിയർ. അതാണ് ഈ പോയിന്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് അൽഗോരിതം? ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമാജിനറി ജോബ് കൺസിഡർ ചെയ്യുക. അങ്ങനത്തെ ഒരു ജോബൊന്നും ഇല്ല, നമുക്ക് തന്ന ഇൻപുട്ടിലാകെ 5 ജോബ്സേ ഉള്ളൂ. ഇല്ലാത്തൊരു ജോബ് D of 0, അതായത് ദാറ്റ് മീൻസ് എൻ ഇനിഷ്യലൈസേഷൻ. D of 0 is equal to J of 0 is equal to 0. അതായത് നമ്മളിപ്പോൾ ഒരു ജോബിനെയും കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ J വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ ഒരു J എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അതിനകത്ത് ആരും ഇല്ല, നമ്മളൊരു ജോബിനെയും സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? J of 1 is equal to 1. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇൻഡെക്സ് എഴുതി വെക്കാം. ആദ്യം സെലക്ട് ചെയ്യുന്ന ജോബ് ഏതാണ്? തേർഡ്, സെക്കൻഡ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ 5 ജോബ് ഉള്ളതുകൊണ്ട് നമ്മൾ 5 ഇൻഡെക്സ് സെറ്റ് ചെയ്തൊക്കെ വെക്കുക. അതിനകത്താണ് ആരെ വെക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഡെക്സ്. ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട ജോബ്, സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ജോബ്, തേർഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ജോബ്, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? J of 1 is equal to 1. നമ്മുടെ ഇൻപുട്ടായ ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. ഇതിൽ ആദ്യം നമ്മൾ J of 1 is equal to 1. ഏത് ജോബിനെ ആദ്യം എടുക്കണം? J2വിനെ നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ J2 എന്ന് പറഞ്ഞ ജോബിനെ കൊണ്ടുപോയി നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ J2വിനെയാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന ജോബ്.
then k is equal to 1. K എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞ അറേയിൽ how many elements are there inside the array? So now there is only one element inside the array. So that is why I took k is equal to 1. ഇനി നിങ്ങൾ എത്ര ജോബ്സിനെ കൺസിഡർ ചെയ്യാനുണ്ട്? Now you have to consider. അപ്പോൾ ഈ ഒരു ജോബിന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തു, which is that ഈ ഒരു ജോബിൻ്റെ കാര്യം ഓക്കെ. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ജോബ് 2 മുതൽ 5 വരെയുള്ള 4 ജോബുകൾ കൺസിഡർ ചെയ്യാനുണ്ട്. സോ വിച്ച് വിൽ കം നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡ് ജോബ് ഇൻസൈഡ് ദ അറേ, ദാറ്റ് ഇസ് ഈക്വൽ ടു J1. അപ്പോൾ അടുത്തത് ഇതേ ഓർഡറിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആളെ എടുത്ത് വെച്ചു, കാരണം അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി അടുത്ത ഹയസ്റ്റ് പ്രോഫിറ്റ് ഉള്ള ആളായ J1നെ കൺസിഡർ ചെയ്യുക. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ i is equal to 2 to n. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ജോബ്സ് എത്ര എണ്ണമാണ്? 4 ജോബ്. ഒരു ജോബ് ഇപ്പോൾ കൺസിഡർ ചെയ്തു, ഇനി 4 ജോബ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ 2 to 5 മൊത്തം 4 ജോബിന്. അതിൽ നമ്മൾ സെക്കൻഡ് ജോബിന് എടുക്കുക. അപ്പോൾ സെക്കൻഡ് ജോബിന് i is equal to, അതായത് J2 എന്ന് പറഞ്ഞ ജോബിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് യു ആർ റൈറ്റിംഗ് r is equal to k. r is equal to k എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇപ്പോൾ നമ്മളിവിടെ kക്ക് എന്ത് വാല്യൂ ആണുള്ളത് അതിനെ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് എ വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പ് ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വൈൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള ലൈൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത ഈഫ് വൈലിൻ്റെ അകത്തല്ല, വൈലിൻ്റെ പുറത്താണ്. സോ വൈൽ ലൂപ്പിൽ നിങ്ങൾ എന്താ ചെയ്യണത്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് വൺ? ഈ പറഞ്ഞ ടേമിൻ്റെ മീനിങ് എന്താ? ഫസ്റ്റ് നിങ്ങൾ J of r എന്താണെന്ന് നോക്കുക. ക്യാപിറ്റൽ ലെറ്റർ J ആണ്, അതായത് നമ്മളുടെ ഇവിടെ കിടക്കുന്ന 4th പൊസിഷനിൽ J. ആറിൻ്റെ വാല്യൂ എന്താ? ഈ ഒരു എക്സാമ്പിളിൽ ആറിൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ജോബ് ഏതാണെന്ന് നോക്കുക. D of J of r എന്ന് പറഞ്ഞാൽ ആ ജോബിൻ്റെ ഡെഡ് ലൈൻ. അതിന് നമ്മളുടെ കയ്യിൽ ഈ ഇൻപുട്ട് ഉണ്ട്. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഡെഡ് ലൈൻ ഓഫ് ദാറ്റ് ജോബ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ വാല്യൂ 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. D of i എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഐയുടെ വാല്യൂ സെക്കൻഡ് ജോബ്, ദാറ്റ് ഇസ് വി ആർ കൺസിഡറിങ് ദ സെക്കൻഡ് ജോബ് ഇൻസൈഡ് ദ അറേ. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോബ് ഇയാളെ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ith ജോബായിട്ടുള്ള J1. അപ്പോൾ ഇയാളുടെ ഡെഡ് ലൈൻ ഓക്കെ. D of i എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ജോബ് ഏതാണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനിൽ നിൽക്കുന്നത് ആ ജോബിൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ 4th പൊസിഷനിൽ ക്യാപിറ്റൽ ലെറ്റർ Jയിൽ 4th പൊസിഷനിൽ കിടക്കുന്ന ജോബിൻ്റെ ഡെഡ് ലൈനും ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ജോബിൻ്റെ ഡെഡ് ലൈനും നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ J, അതായത് നമ്മുടെ ഔട്ട്പുട്ടായിട്ടുള്ള അറേയുടെ 4th പൊസിഷനിലുള്ള ജോബിൻ്റെ ഡെഡ് ലൈൻ ഈ ചെക്ക് വെദർ ദാറ്റ് വൺ ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു r. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഈ ഒരു എക്സാമ്പിളിൽ ആറിൻ്റെ വാല്യൂ ഫസ്റ്റ് വന്നപ്പോൾ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഡ് ലൈനും സെയിം ആണോ? ഈ പറഞ്ഞ ആറിൻ്റെ വാല്യൂ ആണോ നോക്കുക. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഈ ലൈൻ 15th ലൈൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓർ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ഓൺലി യു ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് r ഇസ് ഈക്വൽ ടു r-1 ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ r ഇസ് ഈക്വൽ ടു r-1 ചെയ്യുക. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. വീണ്ടും ട്രൂ ആണെങ്കിൽ r ഇസ് ഈക്വൽ ടു r-1 ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ ഈ വൈൽ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ദെൻ ഇറ്റ് വിൽ കം ടു ദ ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷനിൽ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ D of J of r 4th പൊസിഷനിൽ ആറിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. 1 ആണെങ്കിൽ ആ പൊസിഷനിൽ ക്യാപിറ്റൽ ലെറ്റർ J, അതായത് നമ്മുടെ ഔട്ട്പുട്ട് അറേയിൽ കിടക്കുന്ന ജോബ് ഏതാണ് അതിൻ്റെ ഡെഡ് ലൈൻ നോക്കുക. അതിൻ്റെ ഡെഡ് ലൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജോബിൻ്റെ ഡെഡ് ലൈൻ ആണോ നോക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ഇഫ്. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ D of i എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺസിഡറേഷനിൽ എടുക്കുന്ന ജോബിൻ്റെ ഡെഡ് ലൈൻ എടുക്കുക. അതിൻ്റെ വാല്യൂ ആറിനേക്കാളും ഗ്രേറ്റർ ആണോ നോക്കുക. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെ വാല്യൂ k എന്ന് പറഞ്ഞ വേരിയബിൾസിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ ഈ അൽഗോരിതത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇഫ് ദീസ് 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദെൻ ഓൺലി ദീസ് 3 സ്റ്റെപ്സ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത കേസിൽ എന്താണ്? സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ വന്നു, ഇഫ് കണ്ടീഷൻ നിങ്ങൾക്ക് ഫോൾസ് ആയി കിട്ടി, പിന്നെ നിങ്ങൾ ഇതിനകത്തുള്ള ഈ കാണുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യേണ്ട. പിന്നെ നിങ്ങളുടെ കൺട്രോൾ എങ്ങോട്ടേക്കാണ് പോവുക? യുവർ കൺട്രോൾ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് നെക്സ്റ്റ് ഐട്രേഷനിലേക്കാണ് പോണത്. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്, സപ്പോസ് ഈ ഇഫ് കണ്ടീഷൻ നിങ്ങൾക്ക് ട്രൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു ലൂപ്പുണ്ട്. ഈ ലൂപ്പ് ഒരു ഡിക്രിമെൻറ്റേഷൻ ലൂപ്പാണ്. ഫസ്റ്റ് വാല്യൂ എപ്പോഴും വലുതായിരിക്കണം, സെക്കൻഡ് വാല്യൂ എപ്പോഴും ചെറുതായിരിക്കണം. ഓരോ തവണയും നമ്മൾ ആ ക്യൂവിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. ഈ കണ്ടീഷൻ ഈ ഫോർ ലൂപ്പിൽ ആകെ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർ ലൂപ്പ് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇയാൾ മാത്രം. ഈ J ഇസ് ഈക്വൽ ടു J ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ലൈൻ നമ്പർ 20 ഈസ് നോട്ട് ഇൻസൈഡ് ദ ഫോർ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ബിഗർ ദാൻ ദ സെക്കൻഡ് വേരിയബിൾ.
അങ്ങനെയാണെങ്കിൽ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ദിസ് സ്റ്റെപ്പ് ഈച്ച് ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഫോർ ലൂപ്പ്, ഈ പറഞ്ഞ ലൈൻ നമ്പർ 19 ഫോർ ലൂപ്പ് ട്രൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻ, ഈ പറഞ്ഞ കാര്യം ചെയ്യുക. JF(q+1) = JF(q) ചെയ്യുക. സപ്പോസ് ഈ ഫോർ ലൂപ്പ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് J(r+1) = I, K = K+1. അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകണം? അങ്ങനെയാണെങ്കിലും യു ഹാവ് ടു ടേക്ക് ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് I. സോ ദാറ്റ് ഈസ് ദ ഓൺലി തിങ് യു ഹാവ് ടു കൺസിഡർ. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ക്യാപിറ്റൽ ലെറ്റർ J എന്താണ്, സ്മോൾ ലെറ്റർ J എന്താണ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോബ്സ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത്, ഇതാണ് സ്മോൾ ലെറ്റർ J. ക്യാപിറ്റൽ ലെറ്റർ J എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് വെക്കുന്ന ജോബ്സിനെ ക്യാപിറ്റൽ ലെറ്റർ Jയിലേക്ക് കൊണ്ട് വെക്കുക. പിന്നെ R എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കേസിൽ K എന്ന് പറഞ്ഞാൽ നമ്മുടെ Jയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് K കാണിക്കുന്നത്. Kയുടെ വാല്യൂ തന്നെയാണ് Rലേക്കും കോപ്പി ചെയ്യുന്നത്. പിന്നെ D(J)(R) എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണ്, അവിടെ കിടക്കുന്ന ജോബ്, ഈ ഔട്ട്പുട്ട് അറയിൽ അവിടെ കിടക്കുന്ന ജോബ് ഏതാണ്, അതിൻ്റെ ഡെഡ് ലൈൻ ഏതാണ്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് D(J)(R). പിന്നെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഈ ലൂപ്പിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ഈ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞ 15th ലൈനിലുള്ള വൈൽ ലൂപ്പിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഈ 16th ലൈനിലുള്ള ഈഫ് ലൂപ്പ് വേറെയാണ്, അതായത് വൈലിനകത്ത് വരുന്നതല്ല. ഈ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്തുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സപ്പോസ് ഈഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ യു ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് I. ഈ ഐട്രേഷൻ ഫുൾ n ആകുന്നത് വരെയാണ് നമ്മൾ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവസാനം K ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതായത് എത്ര ജോബ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 5 ജോബ്സിൽ 4 എണ്ണേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ K will be = 4. അത് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ ഒരു ഡിക്രിമെൻറ്റിംഗ് ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിൻ്റെ ഇനിഷ്യൽ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഫൈനൽ വാല്യൂ. അപ്പോൾ അത് ഏതെങ്കിലും കാരണവശാൽ ആ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇഫ് ദ ഫോർ ലൂപ്പ് ഈസ് സാറ്റിസ്ഫൈഡ് ദെൻ ദ ഇൻസ്ട്രക്ഷൻ യു ഹാവ് ടു എക്സിക്യൂട്ട് ഇസ് ദിസ് വൺ. അതായത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ആദ്യം Q = K, അവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ Q = K+1, K-1 അതിനിവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫോർ ലൂപ്പിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമാണ്. പിന്നെ അതിൻ്റെ പുറത്താണ് ഇത് 4ൻ്റെ അകത്ത് നോക്കിയാലേ അറിയാം, ഇത് രണ്ടും ഒരേ ലൈനിൽ വരുന്ന ലൈൻസാണ്. അതായത് ഫോർ ലൂപ്പ് വേറെയാണ്, ഈ പറയുന്ന ലൈൻ വേറെയാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എങ്ങോട്ട് പോകണം? നെക്സ്റ്റ് ഐട്രേഷൻ എടുക്കണം. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ദിസ് ജോബ് ഷെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലൈൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബേസിൽ ഞാൻ തന്നിട്ടുള്ള ആ എക്സാമ്പിൾ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് വെരി ക്ലിയർലി.